വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ തന്നെ വീണ്ടും വലിയ വലിയ സംഭവങ്ങൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഈ കഴിഞ്ഞ ടൈമുകളിലെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ വാർത്ത വീണ്ടും എത്തിയിരിക്കുന്നു. ശബരിമല ശ്രീകോവിലിന്റെ കതക് കാണാനില്ല എന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത ഇന്ന് എത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നും ഇളക്കിയ കതകുകൾ മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഏറ്റുവാങ്ങി എന്നാണ് കഥകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. ആ കഥകൾക്ക് ഇനിയും എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത SITയുടെ അടുത്ത അന്വേഷണത്തിൽ തെളിയേണ്ടത്. ഇന്നലെ നമ്മൾ കോടതിയിൽ വന്നപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഞാൻ ഒറ്റയ്ക്ക് അകത്തേക്ക് പോകില്ല, നിങ്ങളെയും കൂട്ടിയേ പോകൂ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞു. ഇതുകൊണ്ട് തീരില്ല, എന്നെ കുടുക്കിയവരെ ഞാൻ കൊടുക്കും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അപ്പോൾ അത്ര ഭയാനകമായിട്ടുള്ള വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് പുതിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിലാണ് ഭക്തജനങ്ങൾ കാണുന്നത്. എന്തായാലും ഒരു കോണിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ കള്ളക്കളികളെല്ലാം പുറം ലോകം അറിയുവാനുള്ള ദിവസങ്ങളാണ് എണ്ണി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള വമ്പന്മാര് ഓരോ ആളുകളും റാന്നി കോടതിയിലേക്ക് വരുന്ന ദിനങ്ങളാണ് അടുത്ത ദിവസങ്ങൾ. ഇതെല്ലാം വലിയ സംഭവങ്ങൾക്ക് റാന്നി വീണ്ടും അതിന്റെ വലിയ സംഭവങ്ങളായി മാറുന്ന ദിനങ്ങളായിട്ട് മാറുകയാണ്. കാരണം നമ്പിനാർ കെടുവതല്ലേ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് റാന്നി കോടതി ആരംഭിക്കുന്ന സമയത്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് യുവതികളെ പ്രവേശിച്ചതും ഡാൻസ് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി റാന്നി കോടതി അന്ന് തുടക്കത്തിൽ സജീവമായിരുന്നു. അതേ രീതിയിൽ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും റാന്നി കോടതിയിലേക്ക് എത്തിയപ്പോൾ കോടതി വീണ്ടും സജീവമായി. വരും ദിനങ്ങൾ വലിയ വമ്പന്മാർ കടപുഴകി വീഴുന്ന ആ രംഗങ്ങൾ റാന്നിയുടെ മണ്ണിൽ വീണ്ടും കാണാനുള്ള ദിവസങ്ങളാണ് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ യുഗം എല്ലാ ആളുകളും ഇന്നലെ കോടതിയുടെ ആ ഒരു പരിസരം മുഴുവൻ കൈയടക്കി വെച്ചുകൊണ്ടാണ് ഈ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ മോൻസൻ മാവുങ്കലിനേക്കാട്ടിലും വലിയ മോഷണം നടത്തി ഭക്തജനങ്ങളുടെ മനസ്സിന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗങ്ങൾ വളരെ വേദനയോടെയാണ് ഇന്നലെ ജനങ്ങൾ കാണാനിടയായത്. എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ ചിരിച്ച മുഖത്തോടുകൂടി കോടതിയിൽ ഹാജരായി എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ലാഘവത്തോടെയുള്ള ആ മുഖങ്ങൾ, അതിന്റെ ഭക്തജനങ്ങൾ അത് കണ്ടപ്പോഴുണ്ടായ വേദന, അതൊക്കെ വളരെ വലുതായ സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഊണ് സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് തൈര് വാങ്ങാൻ പോലീസുകാർ പുറത്തുപോയി ഒരു കടയിൽ ചെന്ന് തൈര് ചോദിച്ചപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് എന്ന് പറഞ്ഞ് ആ കടയുടെ ഉടമ ഒരു സ്ത്രീ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് എങ്കിൽ അവൻ ഒരിക്കലും തൈര് ഉപയോഗിച്ച് കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വികാരം ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചത് നമ്മൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു കഴിഞ്ഞു. അത്രയുള്ള വികാരങ്ങളാണ് ഭക്തജനങ്ങളുടെ മനസ്സിൽ അയ്യപ്പന്റെ ഈ പറയുന്ന സ്വർണം തട്ടിക്കൊണ്ടുപോയ ഈ ആളുകളെ സംബന്ധിച്ച് മനസ്സിലുള്ളത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സമയത്തുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം അടുത്ത ദിവസങ്ങളിൽ കേസിന്റെ SITയുടെ കൈകളിൽ വിലങ്ങ് വെക്കപ്പെടും എന്നുള്ളതിന് സംശയം വേണ്ട എന്നുള്ളതാണ് കാണുന്നത്. ഓരോ ദിവസവും പുതിയ സംഭവങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മൂടി വെച്ചിരിക്കുന്ന കുറേയേറെ ആളുകൾ
ഇതെല്ലാം സത്യങ്ങൾ ഓരോ ആളുകളോടും മാധ്യമപ്രവർത്തകരോടും രഹസ്യമായിട്ട് പറയുമ്പോൾ ഇതൊന്നും പരസ്യമായി പറയാൻ തന്റെ ഇടം കാണിക്കാത്ത ചില ആളുകളാണ് ഇപ്പോൾ അത് രഹസ്യമായി ഓരോന്നും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് പേടിക്കുന്നത് എന്നുള്ള ആ ഒരു മനോഭാവം, അതുകൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തു വരാതെ നിൽക്കുന്നത്. ഒരാൾ അകപ്പെടും എന്ന് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര് ഓരോ വിഷയങ്ങളും പുറത്തു വിട്ട് പുതിയ പുതിയ മോഷണ പരമ്പരകള് പുറത്തേക്ക് വരുന്ന ഓരോ മണിക്കൂറുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവങ്ങളെ എല്ലാം തിരിച്ചുവിടാനായിട്ട് ചിലർ ശ്രമിച്ചു എങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയും സ്വർണ്ണപ്പാളിയും എല്ലാം വീണ്ടും ജനങ്ങളുടെ ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഭക്തജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെ ബാക്കിയുള്ള ഓരോ കഥകളും ഓരോ സംഭവങ്ങളും ഓരോ മോഷണ പരമ്പരകളുടെ കഥകളും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. വലിയ പുതിയ അയ്യപ്പന്റെ കഥവ് കട്ടുകൊണ്ടുപോയതിന്റെ ബാക്കി കാര്യങ്ങളാണ് അടുത്ത ദിവസം നമ്മൾ പുതിയ കഥയായിട്ട് അറിയാനുള്ളത്. അതൊക്കെ ഭീകരമായ ഒരു മുഖം അതിന് മുന്നിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും ഒരു വീഡിയോ കൂടെ ഇന്ന് നിങ്ങൾക്ക് കാണാം. നാളെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.